തൃശൂർ കൊരട്ടി ജംഗ്ഷനിൽ യുവാവിനെ നടു റോഡിൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ പോലീസുകാരനെ രക്ഷിക്കാൻ ഒത്തുകളിച്ചതായ ആരോപണം. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താവുന്ന കേസിൽ എഫ്ഐആറിൽ പേരോ വിലാസമോ നൽകാതെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ് പരാതിക്കാരന്റെ ആരോപണം. കേസിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർ വിനുകുമാറിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് കൊരട്ടി സ്വദേശിയായ സിദ്ധാർത്ഥ് ഉദയകുമാർ എന്ന 22 വയസ്സുകാരനാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ക്രൂരമായി മർദ്ദനമേറ്റത്. പ്രദേശത്തെ ബാറിൽ അടിപിടി ഉണ്ടാക്കിയ ആളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വിനുകുമാർ യുവാവിനെ ആക്രമിച്ചത്. താൻ നിരപരാധിയാണെന്ന് സിദ്ധാർത്ഥ് ആവർത്തിച്ചു പറഞ്ഞിട്ടും പിന്മാറിയില്ല. മുഷ്ടി ചുരട്ടി ശക്തമായി ഇടിക്കുകയും തൂഫാനിൽ കുടുക്കി അകത്തിടുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും സിദ്ധാർത്ഥ് പറഞ്ഞു. യുവാവിനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞാൻ കോട്ടയത്തുനിന്ന് കൊരട്ടിയിലേക്ക് ബസ് കയറി വരായിരുന്നു. ഈ മഴ പെയ്ത സമയത്ത് ഈ നീതി മെഡിക്കൽസിന്റെ ഫ്രണ്ടിൽ ആ ഷീറ്റ് ഇട്ട് അങ്ങോട്ട് കയറി നിൽക്കായിരുന്നു. അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു യൂണിഫോമിൽ അല്ലാത്ത ഒരാളൊന്നും എന്റെ മേത്തേക്ക് തട്ടി. ഞാൻ എന്താന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, നിന്റെ കടയാണോ, നീ എന്തിനീ നേരത്തെ ഇവിടെ അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് വേഗം തന്നെ എന്റെ ബാഗ് തട്ടിപ്പറിക്കാനുണ്ടായത്. ബാഗ് തട്ടിപ്പറിച്ച് ബാഗിലത്തെ സാധനങ്ങളെല്ലാം പുള്ളി പുറത്തേക്കിട്ട് വലിച്ചെറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ സംഭവം, എന്താ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോഴൊന്നും പുള്ളി കാര്യം പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ് പുള്ളി വീണ്ടും അപ്പുറത്തുനിന്ന് പോലീസുകാരനോട് എന്ത് സംസാരിച്ചിട്ട് എന്നെ അത് കഴിഞ്ഞപ്പോ എന്നെ തല്ലാന്നുണ്ടായി. ആദ്യം എൻ്റെ ഈ സൈഡിലുള്ള തല്ലിയ. അത് കഴിഞ്ഞപ്പോ ഞാൻ തല്ലാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി വീണ്ടും എന്നെ തല്ലി. നിന്റെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ബാഗിലൊന്നുമില്ല, ആകെ ചാർജർ, ഹെഡ്സെറ്റ് സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ചത്, നിന്നെ ഒന്നുമില്ലെങ്കിൽ ഞാൻ തൂഫാനിൽ നിന്നെ കൊടുക്കും,